ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. റേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് കാർബണിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഇത്രയും ആ പ്രോപ്പർട്ടീസ് കാരണം കൊണ്ട് തന്നെയാണ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഓക്കെ, അവരുടെ സ്ട്രക്ചറിലുള്ള റെപ്രസെൻറ്റേഷൻസ് എങ്ങനെയൊക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അത് തന്നെ 3 രീതിയിലാണ് നമുക്ക്, 4 രീതിയിൽ NCERT പറയുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഈ 3 രീതിയിലാണ് നമുക്ക് എന്താ പറയുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല, അതേപോലെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ്സിൽ പരിചയമുള്ള കാര്യമാണ്. ആദ്യത്തെ 2 റെപ്രസെൻറ്റേഷൻ. ഇനി ഈ ബോണ്ട് ലൈൻ നിങ്ങൾ ഇവിടെയാണ് +1 നിങ്ങൾ ആദ്യമായി തന്നെ കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ CH4 നമ്മുടെ മീത്തൈനെ എടുക്കുകയാണ്. ഓക്കെ, മീത്തൈനെ എടുത്തു കഴിഞ്ഞാൽ കാർബണിന് ചുറ്റും 4 ബോണ്ട്, ഓക്കെ, 4 ഹൈഡ്രജൻ. അപ്പോൾ എല്ലാ ബോണ്ടുകളും എല്ലാ ആറ്റംസിനെയും കൃത്യമായും കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോർമുല. വേറൊരു എക്സാമ്പിൾ എടുക്കാൻ നമുക്ക് C2H4 അല്ലെ, നമ്മുടെ ആൽക്കീനിയുടെ ഫസ്റ്റ് മെമ്പർ C ഡബിൾ ബോണ്ട് C, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ. അതേപോലെ തന്നെ C3H6, ഓക്കെ, C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് C. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ, സെക്കൻഡ് കാർബണിൽ 1 ഹൈഡ്രജൻ, തേർഡ് കാർബണിൽ 3 ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എല്ലാ ബോണ്ടുകളും എല്ലാ ആറ്റംസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോർമുല. ഇനി കണ്ടൻസ്ഡ് ഫോർമുല നോക്കാം. ഞാനിപ്പോൾ ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എടുത്താൽ ഫസ്റ്റ് CH4, നമുക്ക് ആ മോളിക്കുലാർ ഫോർമുല തന്നെയാണ് അതിന്റെ കണ്ടൻസ്ഡ് കിട്ടുക. ഇനി C2H4 എങ്ങനെ എഴുതാം നമുക്ക്? CH2 അല്ലെ, ബോണ്ടോട് കൂടിയും എഴുതാം, അല്ലെങ്കിൽ വിത്തൗട്ട് ബോണ്ട് ഇല്ലാതെയും നമുക്ക് കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? CH2 CH സിംഗിൾ ബോണ്ട് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് കാണിക്കണം? ഡബിൾ ബോണ്ട് കാണിക്കണം. ഇവിടെയും നമ്മൾ എന്ത് കാണിക്കുക? ഡബിൾ ബോണ്ട്, ദെൻ CH3. ഓക്കെ, ഇവിടാണ് ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറൊരു രീതിയിൽ കണ്ടൻസ്ഡ് ഫോർമുല നോക്കാം. ഞാനൊരു വലിയ കോമ്പൗണ്ട് എടുക്കുകയാണ്, CH3 CH2 4 ടൈംസ് CH3. ഓക്കെ, ഇതെങ്ങനെ ശരിക്കും വരിക? ഇതിൻ്റെ ലീനിയർ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ CH3 CH2 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 4 CH2 4 ടൈംസ് CH2 ആൻഡ് ഫൈനലി CH3. ഇത്രയും വലിയൊരു ചെയിനെ നമുക്ക് ഈ രീതിയിൽ കണ്ടൻസ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ബോണ്ട് ഇല്ലാതെയും എഴുതാം, ബോണ്ടോട് കൂടിയും എഴുതാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് ഫോർമുല നമുക്ക് ഈ രീതിയിൽ ചുരുക്കി എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്താണ് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടിനെ തന്നെ നമുക്ക് അതിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ നോക്കാം. അത് എക്സാമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഞാൻ ബ്യൂട്ടൈൻ എടുക്കാം, ബ്യൂട്ടൈൻ അല്ലെ, ആൽക്കൈനിലെ 4th മെമ്പർ C4H10 അല്ലെ, ആണ് ബ്യൂട്ടൈൻ. ഇപ്പോൾ ബ്യൂട്ടൈൻ എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല കാണിക്കാം. CH3 CH2 CH3. ഓക്കെ, ഇതാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഇനി ഇതിൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെ കാണിക്കാം? അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി, നമ്മൾ സിഗ്സാഗ് ഫാഷനാണ് യൂസ് ചെയ്യുക. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഈ 2 എൻഡിലും എന്തുണ്ട്? ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെയും ഒരു CH3 ഉണ്ട്. ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഇത് തന്നെയാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലൊരു ലീനിയർ ചെയിനിലേക്ക് നമ്മളൊരു ബ്രാഞ്ച് വരയ്ക്കാൻ, ഫോർ എക്സാമ്പിൾ മീഥൈൽ പോലുള്ള ബ്രാഞ്ചുകളാണ് വരുന്നതെങ്കിൽ നമ്മളൊരു ഫ്രീ ടെർമിനൽ എന്നൊന്ന് വരച്ചാൽ മതി. അതിന്റെ മീനിങ് എന്താ? ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. ഇനി ഇത് കൂടാതെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, അതേപോലെ നമ്മുടെ ഹാലോജൻസ്, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇവരുടെ എന്താണ് റെപ്രസിംഗ് ലെറ്റേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അവരെ ഒരിക്കലും ബോണ്ട് ലൈനിൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇവരുടെ അടുത്തേക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായി മെൻഷൻ ചെയ്യുക. അല്ലാതെ
ഇവരൊഴികെയുള്ള മറ്റെല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ബോണ്ട് ലൈനിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്യൂട്ടൈനെ തന്നെ ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ 1 2 3 4 കാർബൺ. ഇനി ഇത് ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇവിടേക്ക് ഒരു CH3, സെക്കൻഡ് പൊസിഷനിൽ ഒരു CH3 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫ്രീ ടെർമിനൽ വരച്ച് കാണിക്കുക. ഇവിടെ ആരുടെ മീഥൈൽ ഗ്രൂപ്പുണ്ട് 1 2 3 4, സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. ഇനി ഇതല്ല ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുമ്പോഴുള്ള, അപ്പോൾ അത് നോമൻക്ലേച്ചറൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയെന്ന് നോക്കാം. CH3 CH2 CH2 CHO. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ്. ഇത് ആദ്യം മനസ്സിലാക്കുക, ആൽഡിഹൈഡ് എങ്ങനെ നിൽക്കുക, അതായത് C+OH. ഇതാണല്ലോ ആൽഡിഹൈഡിന്റെ സ്ട്രക്ചർ. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം, കാർബൺ OH. അപ്പോൾ ഇതിന്റെ സിക്സാഗ് ഫാഷൻ വരയ്ക്കുന്നത് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എങ്ങനെ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ദെൻ ബ്യൂട്ട് അല്ലേ. നാലാമത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് കാർബണിൽ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ആ ഡബിൾ ബോണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ രീതിയിൽ കാണിക്കുക. ഡബിൾ ബോണ്ട് OH, ഡബിൾ ബോണ്ട് OH. ഇതിന്റെ മീനിങ് എന്താ, CHO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത്, വിച്ച് ഇസ് ബ്യൂട്ടനാൽ. എന്നാണ് പേര്. ഓക്കെ, ഇനി ഇതല്ല കാർബോസിലിക് ആസിഡ് അല്ലെങ്കിൽ നമ്മുടെ ഹാലോജൻസ് ഒക്കെ വന്നാൽ എങ്ങനെ ചെയ്യാം നോക്കാം. സെയിം ആളിൽ തന്നെ ഞാൻ ഇവിടെ COOH കാർബോസിലിക് ആസിഡ്. ഓക്കെ, അതിൽ വരും C+OH. ഇതാണല്ലോ എൻ്റെ റെപ്രസെന്റ് വരിക. ഓക്കെ, അപ്പോൾ ഈ കാർബണിലേക്ക് ഞാൻ കാണിക്കുകയാണ്, ഇവിടെ ഡബിൾ ബോണ്ട് OH. എന്താ ഇതിൻ്റെ മീനിങ്, ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് OH, കാർബോസിലിക് ആസിഡ് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്, ബ്യൂട്ടനോയിക് ആസിഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു നോമൻക്ലേച്ചർ. ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണും, ഇതെങ്ങനെ പേര് വരുന്നു, എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളതാണ് ചിലതൊക്കെ, എങ്കിലും ഓർമ്മ കാണത്തിലായിരിക്കും. നമ്മൾ നോമൻക്ലേച്ചർ കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ എന്താണ് ഹാലോജൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലോറിൻ വരിക CH3. ഓക്കെ, പിന്നെ ബോണ്ട് ലൈൻ നോക്കിയേ, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ കൃത്യമായിട്ട് ക്ലോറിനെ കാണിക്കുക. സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിനെ കാണിക്കുക. ഓക്കെ, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഇപ്പോൾ ഇവിടെ നിർത്താലും അവിടെ നിർത്താലും സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണ്ട, ഇത് എളുപ്പം കാണിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വെച്ചതേ ഉള്ളൂ. നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. CL ഇവിടെ വെച്ച് ഇവിടെ CH2. ഓക്കെ, ഓക്കെ അല്ലേ. നോക്കിയാൽ മെത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഇതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലോറിൻ പോലെയും ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇവരൊക്കെ വന്നു കഴിഞ്ഞാലും ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ അവരെ കൃത്യമായിട്ട് അവരുടെ ബോണ്ടുകളോട് കൂടി തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.